ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പരാതി പറയുന്നൊരു കാര്യമാണേ, നമ്മൾ ചെടി നട്ടുപിടിപ്പിച്ചിട്ട് വളരുന്നില്ല, മാത്രമല്ല ഓരോ ദിവസം ചെല്ലും തോറും വളർച്ച കുറഞ്ഞു പോവുകയാണ്, പിന്നെ അത് വാടിപ്പോവുകയാണ്, നമുക്ക് ചെടി തന്നെ നഷ്ടമാവുകയാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. മാത്രമല്ല നമ്മുടെ വീഡിയോയുടെ താഴെ പലരും വന്ന് കമൻ്റ് ഇടാറുണ്ട്, അതേപോലെ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. ആ പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ചെടിയും ഇത് നിൽക്കുന്ന പാത്രവും കണ്ടോ, ഈ മുളകിൻ്റെ ചെടി ഇവിടെ കൊണ്ടുവച്ചപ്പം ഞാൻ വിചാരിച്ചേ ഇതെന്നെ ഇതിനിങ്ങനെ വളർച്ചയില്ലാതെ നിൽക്കുന്നത് എന്നിങ്ങനെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മഴ പെയ്ത് ഇതിനകത്തെ വെള്ളം ഒഴുകി പോകാൻ പറ്റാതെ തങ്ങിക്കിടന്നപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. എൻ്റെ പറമ്പിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ ശർക്കര പോലെ കുഴഞ്ഞു വരും, എന്നാൽ വെയിൽ വന്നാൽ പാറ പോലെ ഉറച്ച് കട്ടിയാകുകയും ചെയ്യുന്നൊരു മണ്ണാണ് നമ്മുടെ മണ്ണ്. അത് ചെളി മണ്ണിനകത്ത് കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കളിമണ്ണൊക്കെ കൂടുതലാണ്, ചെളി കൂടുതലാണെന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള മണ്ണാണ് ഞാനിവിടെ എല്ലാ തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റുന്നത്. അപ്പം നമ്മൾ സമയം കിട്ടുമ്പോഴും ആരെങ്കിലും കൂടെ ഉള്ളപ്പോഴും ഒക്കെ നമ്മൾ പറമ്പിലെ മണ്ണിനെ പാത്രങ്ങൾക്കകത്ത് വെട്ടി കോരി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് പോയിരുന്നതായിരിക്കും ഈ പാത്രത്തിനകത്തെ മണ്ണെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്നാണെന്നറിയാം, ഇത്രയും ഒരു നല്ല ചെടിയെ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെ നമ്മളിവിടുന്ന് വേര് പൊട്ടിപ്പോകാതെ ഇളക്കിയെടുക്കാൻ ഞാൻ നോക്കുവാണേ. ഇങ്ങനെ ഞാനൊന്ന് പൊക്കിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ടാവും വെള്ളത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായ മണ്ണൊന്നും ഇതേ പറ്റിപ്പിടിച്ചിരിപ്പില്ല. നഷ്ടപ്പെടാതെ ഇതിനെ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കണം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിനെ ഞാൻ ഈ പാത്രത്തിനകത്തെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് ആ ചെളിയെല്ലാം ഇതേന്ന് കഴുകി കളയുവാണേ. ഇനി നമ്മൾ ചെയ്യുന്നത് തന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് ഇച്ചിരി സൂഡോമോണാസ് കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണേ, അതിനകത്തോട്ട് നമ്മൾ ഈ ചെടിയെ മുക്കി വെക്കുക. നമ്മൾ നടാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, ആ സമയം വരെ ഇതിനകത്ത് മുങ്ങിയിരിക്കട്ടെ കേട്ടോ. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിനകത്തെ വെള്ളത്തിനെ കുറച്ചെങ്കിലും ഒന്ന് മറിച്ച് കളയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. മറിച്ച് കളയാൻ പറ്റുവാണെങ്കിൽ ഇവിടെ വൃത്തികേടാകാതിരിക്കുമല്ലോ എന്ന് ഓർത്താം. ഭയങ്കര വെയിറ്റ് കേട്ടോ, നമ്മൾ ശരിയായ പോട്ടിംഗ് മിക്സാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ വെയിറ്റ് വരത്തില്ല. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ മണ്ണേ ഇങ്ങനെയൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെക്കും, അപ്പോൾ ഇത്രയും വെള്ളമേ എനിക്ക് ഒഴിച്ച് കളയാൻ പറ്റുന്നുള്ളേ. അപ്പം ഞാൻ ഇനി ചെയ്യുന്നതിനാണെന്നറിയാം, ഇതിനകത്തെ മണ്ണിനെ ഇതേപടി ഈ കൊട്ടയ്ക്കകത്തോട്ട് മറിച്ചിടാൻ പോവുകയാണേ. അല്ലാതെ ഇവിടെ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാനും കൂട്ടാനും ഒക്കെ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിടും. പിന്നെ വെള്ളം ഒഴുകിപ്പോകാൻ കിഴുത്തയില്ലാഞ്ഞിട്ടൊന്നും അല്ലിത്. അപ്പോൾ ഇതിനകത്തെ മണ്ണ് താഴേക്ക് ചാടട്ടെ. കണ്ടോ, നമ്മൾ ഹോൾ അടച്ചു വെച്ചിരുന്ന ഓടിൻ്റെ കഷ്ണമൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വെള്ളം താഴാൻ എനിക്ക് തോന്നുന്നത്, ഇത് മണ്ണ് മാത്രമാണ്. കണ്ടോ, വെറുതെ മണ്ണ് മാത്രം. ഇങ്ങനെ മണ്ണ് നമ്മുടെ തോട്ടത്തിലെ മണ്ണിനെ അതേപടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി വളരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ശിവനെ കൊണ്ട് കൊണ്ടുപോയി പൊക്കിയടിപ്പിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നിടത്തോട്ട് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാവേ. എനിക്ക് ഇത്രയും മണ്ണും കനവും ഒന്നും കൂടെ കൂട്ടി എടുക്കാൻ പറ്റത്തില്ല. ആ മണ്ണെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചെടി വളർത്താനുള്ള മണ്ണ് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് മണ്ണെടുത്ത് നമ്മളിതുപോലെ മുറുക്കി ഉരുട്ടുമ്പം ഉരുണ്ടും കിട്ടണം, എന്നാൽ താഴേക്ക് നമ്മളിടുമ്പോൾ നോക്കിക്കോണേ. കണ്ടോ, അത് കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഇങ്ങനല്ല, ഇത് പൊടിഞ്ഞു വരണം. അങ്ങനെയുള്ള മണ്ണിലാണ് നമുക്ക് വളർത്താൻ പറ്റുന്നത്. ഇത് ചെളി കൂടുതലുണ്ടോ, നല്ലതേക്ക് കണ്ടോ, കളിമണ്ണ് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പം നമ്മളിതിനകത്ത് ശരിയാക്കാനായിട്ട് പോട്ടിംഗ് മിക്സ് ആക്കി മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, കുറച്ച് ചാണകപ്പൊടിയാണേ. എപ്പോഴും നമ്മളെ കളിമണ്ണ് പോലെയുള്ള മണ്ണിനെ നമുക്ക് ചെടിയെ വളർത്താൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറ്റാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എന്തെങ്കിലും കമ്പോസ്റ്റുകൾ ചേർക്കുവാണേ. ഇതിപ്പം ചാണകപ്പൊടിയാണ്, ഒരിനം കമ്പോസ്റ്റ് വളമാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇടുവാണ്. ചാണകപ്പൊടി കുറച്ച് കൂടിപ്പോയത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ, ഇത് ചകിരിച്ചോറാണേ. അപ്പോൾ അത്ര നനഞ്ഞു പോകാത്തത്, നമ്മൾ ചകിരിച്ചോറെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്, ചകിരിച്ചോറിനെ ഒരു പാത്രത്തിനകത്തേക്ക് പൊട്ടിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കും. അപ്പോൾ അത് ആ വെള്ളം വലിച്ചെടുത്ത് നല്ല
ഒരു കുഴഞ്ഞ പോലെയുള്ള പരുവത്തിലേക്ക് മാറിയിരിക്കുവാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ രീതിയിലേക്ക് എത്താത്ത ചകിരിച്ചോറാണേ. കാരണം നമ്മുടെ മണ്ണിനകത്ത് ഭയങ്കരമായിട്ട് നനവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലുള്ള ചകിരിച്ചോറിനെ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഈ നനവ് മാറി ഈ കുഴാന്നുള്ള ഈ ചെളിയുടെ സ്വഭാവം മാറാൻ വേണ്ടി കുറച്ച് ഉമിയെ ഇതിനകത്ത് ചേർക്കുവാണേ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉമി ചേർത്തപ്പോൾ ചേച്ചി അതിനകത്തുനിന്ന് നെല്ല് കിളുത്ത് വരുന്നു എന്ന്. 1, 2, 5, 6, 10 ഒക്കെ നെല്ലൊക്കെ കിളുത്ത് വരും നമ്മൾ ഉമി ഇട്ട് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് കിളുത്ത് വരുമ്പോഴേ അതിനെ വലിച്ച് മണ്ണിൽ നിന്ന് ഊരിയെടുത്ത് അവിടെ തന്നെ അങ്ങ് ഇട്ടാൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ നമുക്കിതേ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉമിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ പോവുകയാണേ. ഇളക്കി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയെടുക്കണം. അപ്പം ഞാനിതിനെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ പാത്രത്തിനകത്തുനിന്ന് കൊണ്ടുവന്ന് കുടഞ്ഞിട്ട ആ ചെളിയും വെള്ളവും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള മണ്ണിനകത്തോട്ട് നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ ചകിരിച്ചോറും അതുപോലെ ഉമിയും ചേർത്തിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കട്ടയൊക്കെ കാണും, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതേ, ഇത് നമ്മുടെ ആ ചെടി നട്ടിരുന്ന പാത്രമാണേ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ അതിൻ്റെ ഹോള്. ഇതേ ഒന്ന് ഇവിടെ ഒരു ഹോളുണ്ട്, പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള ഹോള് തന്നെയാണേ. അപ്പം നമ്മൾ ചെയ്യുന്നത് ആദ്യമേ ആ ഹോളിനെ ഒരു ഓടോ അല്ലെങ്കിൽ ഇഷ്ടികയുടെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കും. ഇതിനകത്തെ മണ്ണ് അതേപടി ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതിനകത്തോട്ട് ഉണങ്ങിയ ഇലകൾ ഇടാൻ പോവാണേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മണ്ണിനെ ഇളക്കമുള്ളതാക്കി തീർക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കമ്പോസ്റ്റ് ചേർക്കുവാണേ. ചാണകപ്പൊടി ചേർക്കുന്നതിന് നമുക്കൊരു ലിമിറ്റുണ്ട്. കാരണം ഞാനിവിടെ ഒരു ചാക്ക് ചാണകപ്പൊടി, ഒരു ചാക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3/4 ചാക്കെന്ന് വിചാരിച്ചു, അത്രയും ചാണകപ്പൊടി ഞാൻ വാങ്ങിക്കുന്നതിന് 350 രൂപയാണ് കൊടുക്കുന്നത്. അതേസമയം എനിക്ക് കഴിഞ്ഞ ദിവസം പോത്തൻകോട് എന്നൊരാൾ എന്നെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണേ, വിളിച്ചപ്പോൾ എന്നോട് പറയുകയാണ് 100 രൂപയ്ക്ക് ഒരു ചാക്ക് ചാണകപ്പൊടി കുത്തി നിറച്ച് വീട്ടിൽ കൊണ്ട് ഇറക്കി കൊടുക്കും. അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനും എവിടെ കിട്ടുന്നതിനേക്കാളും വില കൂടുതലുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് ചാണകപ്പൊടി മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ ഒരു പശുവിനെ വളർത്താനുള്ള ഒരു സൗകര്യം, യാതൊരു വിധത്തിലുള്ള സൗകര്യവും ഇല്ല. ഇട കുറവാണ്. അതുപോലെ നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അവർ നമ്മൾ പശുവിനെ വളർത്താനോ അതുപോലെ കോഴിയെ വളർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമ്മതിക്കത്തില്ല. മണം വരും, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. വാങ്ങിച്ച് ഉപയോഗിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ പണി. അപ്പം ഞാൻ ഈ ഹോളൊക്കെ ഒരു ഇഷ്ടികയുടെ കഷ്ണം വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെയ്യുന്നത്, ഇത് നമ്മുടെ മിറ്റ അടിക്കുമ്പോൾ കിട്ടുന്ന ഇലകളെ വാരി നിറച്ച് വെക്കുന്നതാണ്. അപ്പം ഞാൻ നല്ലപോലെ ഉണങ്ങിയ ഇലകളെ ഇതിനടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ നല്ല ഉണങ്ങിയ ഇലകളെ ഇതേപോലെ ഇതിനകത്തേക്കിട്ട് പറ്റുന്നത്ര ഇലകളെ നിറയ്ക്കാം കേട്ടോ. കാരണം ഇതിനകത്തോട്ട് നമ്മൾ മണ്ണും ഇട്ട് വെള്ളം ഒഴിക്കുമ്പം ആ ഇലകൾക്കെല്ലാം നല്ല ഇരുത്തം വരും അടിയിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ പാത്രത്തിനകത്ത് നനവും തണുപ്പും നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ മണ്ണ് അതുപോലെ കുത്തി ഒലിച്ച് പോകാതെ ഇരിക്കും. അതുപോലെ ഇത് കാലക്രമേണ ഉണങ്ങിപ്പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റ് വളമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നോക്കിയിടുകയാണ്. ഇതിപ്പോൾ ഇടുന്ന എങ്ങനെ ശ്രദ്ധിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മിറ്റടിക്കുമ്പോൾ കിട്ടുന്നതല്ലേ, അപ്പോൾ പലപ്പോഴും പ്ലാസ്റ്റിക്കും ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഇതിനകത്തൊരു 1/4 ഭാഗം വരെ നമ്മൾ കരിയില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നിറച്ച മണ്ണ് ഇടാൻ പോകുന്നത്. അപ്പം കണ്ടോണം, നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തെ മണ്ണിനെയല്ലേ ഇവിടെ കൊണ്ടുവന്ന് മിക്സ് ചെയ്തത്, അതൊരു 3 പാത്രത്തിനകത്തെങ്കിലും നിറയ്ക്കാൻ കിട്ടുകയും ചെയ്യും, കനവും കുറഞ്ഞിരിക്കും. അപ്പം ഞാൻ ഈ ഉണങ്ങിയ ഇലകളൊക്കെ നല്ലോണം മൂടത്തക്ക രീതിയിൽ മണ്ണിടുവാണേ. കാരണം അവർ മണ്ണ് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ്, അതും വെള്ളവും കൂടെ ചേരുമ്പോഴാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ നല്ല വളമായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഈ കരിയില ഇങ്ങനെ ഇടുവാണെങ്കിൽ മണ്ണിൻ്റെ മണ്ണിളക്കം നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും മണ്ണ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഈ പാത്രത്തിലോട്ട് നോക്കി അറിയാം കണ്ടോ, ഇതിൻ്റെ ഒരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ മണ്ണ് ഇനിയും ഇതിനകത്ത്
മിച്ചമുണ്ട്. അത് നമുക്ക് വേറെ വാരി നിറച്ച് വെച്ചിട്ട് എവിടെയെങ്കിലും ഉപയോഗിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേ പാത്രത്തിൽ തന്നെ, ഒത്തിരി പാത്രം ഇവിടെ വെക്കാൻ ഇടയില്ല, പാത്രങ്ങളുടെ എണ്ണവും എനിക്ക് കുറവുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നനയ്ക്കാൻ പോവുകയാണേ. സ്യൂഡോമോണാസ് കലക്കി വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇത് വെറുതെ വെള്ളമാണ്. ഇപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ ഈ പാത്രത്തിനകത്തെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ വെള്ളം പാത്രത്തിനകത്തെ മണ്ണിനെ മുഴുവനും നനച്ചുകൊണ്ട് താഴെ കൂടെ ഒഴുകിയിറങ്ങി വരും. നോക്കാം. ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുത്ത ചെടിയാണേ. അപ്പോൾ ഇതിനെ ഞാനിതിനകത്തോട്ട് ഒത്തിരി താഴ്ത്തുന്നില്ല കേട്ടോ. കാരണം എന്നാണെന്നറിയോ, ഇതിനകത്ത് ഉണങ്ങിയ ഇലകളെല്ലാം താഴേക്ക് ഇരുത്തം വരുമ്പം പാത്രത്തിനകത്ത് മണ്ണ് നല്ലോണം ഇരുത്തം വരും. അപ്പോൾ നമുക്ക് മുകളിലോട്ട് വളവും മണ്ണും കൊടുത്ത് നിറയ്ക്കാനായിട്ടുള്ള സൗകര്യവും കിട്ടും. അപ്പോൾ ഞാൻ ഈ വേരോടെ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഈ മണ്ണിട്ടിട്ട് ഇങ്ങനൊന്ന് മൂടി വെക്കുവാണേ. ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് ഇനി നമുക്കിതിനെ ഇരുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ടിത് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പാകി വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണേ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ദിവസം പാകി വെച്ച വിത്തുകളാണ്. ഒന്നും നഷ്ടപ്പെടാതെ ദേ കിളുത്ത് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതുപോലെ കറുത്ത കണ്ടോ നീളമുള്ള വഴുതന, പേര് തന്നെ ബ്ലാക്ക് ബ്യൂട്ടി എന്നാണ്. അതിൻ്റെ വിത്തുകളാണ് ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ കറുത്ത ഉരുണ്ടതില്ല എന്നുള്ള സങ്കടം വേണ്ട, അതുകൊണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഏറ്റവും വേഗത്തിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടണേ. മെസ്സേജിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ആൾക്കാർക്കിത് കൊടുക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ കാണിക്കാവേ. ഇത് നമ്മൾ അന്ന് നേരെ പാകി, അപ്പോൾ അന്ന് തൊട്ട് ഒരു ചെറിയ വേനൽ മഴകളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാനിത് പുറത്ത് തന്നെ വെച്ചിരിക്കുമായിരുന്നേ. എന്നാൽ അതെ ഈ പാത്രം വെച്ച് അടച്ചിരിക്കുന്നതുണ്ടോ, ഇത് ആ സമയത്ത് പൊടിച്ചു തുടങ്ങിയ വഴുതനയുടെ വിത്തുകളായിരുന്നേ. അത് ഞാൻ ഈ പാത്രം ഉപയോഗിച്ച് മൂടി വെച്ചിരിക്കുമായിരുന്നു ഇത് ഇങ്ങനെ കേട്ടോ. അതുകൊണ്ട് കണ്ടോ ആ തൈകളുടെ നീളം കണ്ടോ. പലപ്പോഴും പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, തൈകൾ പാകി മുളപ്പിച്ചപ്പോൾ ഇതുപോലെ നീണ്ടു വരുവാ ചേച്ചി, കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു പോകും എന്നൊക്കെ പറയാറുണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടാത്തിടത്ത് വെച്ച വിത്തുകൾ പാകി മുളപ്പിക്കുമ്പോഴാണ് ഇതുപോലെ നീണ്ടു വരുന്നത്. ഇതിന് കണ്ടോ, ഇതും അത് തന്നെ സാധനമാണ്. ഇത് പാകിയതിന് ശേഷം പാകിയതാണിത്. പക്ഷേ കണ്ടോ നല്ല പൊക്കം കുറഞ്ഞ് തന്നെ ഇലകൾ വിരിഞ്ഞിരിക്കുന്നത് കണ്ടോ. അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടണം. ഇത് മുളച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതി. നല്ല ആരോഗ്യത്തോടെ തൈകൾ വളർന്നു വരും. ഈ കറുത്ത നീളത്തിലുള്ള വഴുതനയും ഉരുണ്ട വഴുതനയും കൂടാതെ ഇവിടെ നമ്മൾ മാലാഖ വഴുതന കൊടുക്കുന്നുണ്ട്, വയലറ്റ് വഴുതന കൊടുക്കുന്നുണ്ട്, പച്ച വഴുതന കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ പുതിയതായി വന്നതാണ് ബജിമുളക്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജ് ഇട്ടോണം, ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് എത്തിച്ചു തരാം. പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് വിത്തിൻ്റെ വിതരണം കുറച്ച് താമസിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, എൻ്റെ പിള്ളേർ രണ്ടുപേരും കൂടെ പോയി ബൈക്കേ ചെന്ന് വീണത് കാരണം ഒരുത്തനും മുട്ടുമടക്കാനും ഇരിക്കാനും ഒക്കെ പ്രയാസം വന്നു. അപ്പം വിത്തിൻ്റെ ഓർഡർ എടുക്കലും ഇച്ചിരി താമസിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പം കുറച്ച് ഇഞ്ചിയുടെ വിത്തുകൾ ഇതേ മുളച്ചു തുടങ്ങിയത്, നമ്മൾ അടുക്കളയിൽ വാങ്ങിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ സാധനങ്ങൾ മുളയ്ക്കുന്നതാണ്. അപ്പം ഞാനിതൊരു പുതിയ പരീക്ഷണത്തിലുള്ള ഇഞ്ചി കൃഷി നടത്താൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ കാണിക്കാൻ വന്നതെന്നാണെന്നറിയോ, ഇത് കണ്ടോ നമ്മുടെ ചാമ്പയാണേ. ഇത് വെറും ഒരു പെയിൻറ്റ് ബക്കറ്റിനകത്തിരിക്കുന്ന ഒരു ചാമ്പച്ചെടിയാണ്. ഇതിലുണ്ടാകുന്ന ചാമ്പയ്ക്കെന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ധാരാളം മതി നമ്മുടെ ഒരു ആവശ്യത്തിന്. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ മുപ്രക്കോട്ടയ്ക്ക് ഒരു കൊട്ട ചാമ്പയ്ക്ക ഒന്നും പറിച്ചിട്ട് തിന്ന് തീർക്കാൻ ആരുമില്ല. ഇതേപോലെ കുറച്ചൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒത്തിരി വേസ്റ്റ് ആക്കാതെ നമുക്ക് തിന്ന് തീർക്കാനും പറ്റും. ഇതുപോലെ ചെടിയിലുണ്ടായി കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ സാധാരണ ചാമ്പയ്ക്കയുടെ സ്റ്റൈലിലുള്ളതാണ്, പക്ഷേ ഇത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു വിത്ത് പോലും കാണത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ ചാമ്പയ്ക്കയെ പോലെ പുളിയും കാണത്തില്ല, മധുരം മാത്രമായിരിക്കും ഇതിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതേ കുറേ ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ഇവിടെ ഇട്ടിരുന്നാലുണ്ടല്ലോ, ഞാൻ ദേ ഇത്രയും പറിച്ചിട്ടുണ്ട്. അതുപോലെ ദേ ഇവിടെ താഴേക്ക് മാറിക്കണ്ടോ, ഇതൊരു കൊലയായിട്ട് തന്നെ കണ്ടോ. ഇതൊക്കെ കാണാൻ തന്നെ എന്തൊരു സന്തോഷമാണ് കണ്ടോ. ശിവ ഇതൊന്ന് കാണിച്ചേടാ, ദേ കണ്ടോ കൊലയായിട്ടാണ്. ഞാനിപ്പോൾ അത് തൊട്ടപ്പോൾ അതങ്ങോട്ട് പറഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ ഇത്രേ പറിക്കുന്നുള്ളൂ. ഇത് തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങാനും തിന്നാലായി. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ചാമ്പയ്ക്കായൊന്നും വേണ്ട, വേറെ ഓരോ സാധനങ്ങളോടാണ് അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത്. ദേ ഇത്രയും ചാമ്പയ്ക്ക ഞാൻ വിളവെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മരമുന്തിരി എവിടം വരെ ആയെന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മുടെ കുഞ്ഞു മരമുന്തിരിയുടെ ചെടിയാണേ. കണ്ടോ ഈ കളറിലൊന്നും ആകുമ്പോൾ അത്ര മധുരം വരത്തില്ല. ഇതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ അധികം ഇതേന്ന് വിളവെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അന്ന് ഞാൻ തിന്ന് കാണിച്ചതൊക്കെയാണ്.
തൊലിക്ക് പക്ഷേ ചെറിയൊരു കമർപ്പുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മുടെ അമ്പഴമാണേ. ഇത് അമ്പഴങ്ങയുടെ കളർ കണ്ടോ, നല്ല പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറിക്കുന്നില്ല കേട്ടോ. അതിന് പകരം ദേ ഇവിടെ ഒരെണ്ണം താഴെ വീണ് കിടപ്പുണ്ടേ. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് മരത്തെ കിടക്കുന്ന കാണുമ്പോഴാണ് കുറച്ചുകൂടെ സന്തോഷം. നല്ല മധുരം. പഴയ കാലത്തെ അമ്പഴാണല്ലോ, പുളി കൊണ്ട് നമ്മൾ പുളിച്ചിട്ട് പുറകോട്ട് മറിഞ്ഞു പോകും. നല്ല സൂപ്പർ സാധനം കേട്ടോ. അല്ല, പഴയ കാലത്തെ അമ്പഴം എന്ന് പറഞ്ഞാൽ നാരാ കൂടുതൽ, പിന്നെ ഒരു നാരുമില്ല, നല്ലതായിട്ട് തിന്നാം. കൊതി വരുന്നില്ല കാണുമ്പം. ഇതുപോലെ ഒരെണ്ണം മേടിച്ച് നട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരെണ്ണം പോലും കടവാവലും മരപ്പെട്ടിയും കൂടെ സീതപ്പഴം തരാഞ്ഞ കാരണം ഞാൻ ഇതുപോലെ കെട്ടിയിട്ടതാണേ. ഇതിനകത്ത് ആളുണ്ടോ, പഴുക്കാറായോ, പഴുത്തോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇപ്പം എന്തേ വിളഞ്ഞിട്ടുണ്ട്. വിളയുമ്പോഴേ ഇങ്ങനെ കട്ടകൾക്ക് ശരിക്കും തിരിയുന്നത്. ഞെക്ക് കൊള്ളുമ്പം മാത്രം നമ്മൾ പറിച്ചാൽ മതി. ഇതേപോലെ കെട്ടിയിടുവാണെങ്കിൽ അവിടെ കിടന്നോളും കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചെണ്ണം ഉണ്ട്. ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് ഒരെണ്ണം ഇതുപോലെ പറിച്ച് നിങ്ങളെ തിന്ന് കാണിച്ച് കൊതിപ്പിക്കണ്ടേ. ഇത് നമ്മുടെ ഡൽഹാരി ചാമ്പ കണ്ടോ, ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞപ്പം വീണ്ടും നിറച്ച് പൂവിട്ട് മൊട്ടായി വിരിഞ്ഞൊക്കെ തുടങ്ങിയതുണ്ട്. ഇതിനകത്ത് ചാമ്പയ്ക്ക പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇത് ചാമ്പയ്ക്ക പിടിച്ച് തുടങ്ങിയതാണ്. അപ്പം ഇതിനൊന്നും സീസണില്ല. കുറച്ചേ ഉണ്ടാകത്തുള്ളൂ, ഒരു കാലത്തേ ഉണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ട. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതേ നമ്മളൊരു ബീട്രൂട്ടിൻ്റെ തൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നതാണേ. അപ്പോൾ ഇതിനകത്ത് കാടും വെള്ളയൊക്കെ ആയി കാര്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തേലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ദേ കണ്ടോ, ഇത്രയും പോലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നിൽക്കട്ടെ ഇങ്ങനെ. പിന്നെ ദേ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടേ. കണ്ടോ, നമുക്കൊന്ന് ചിരണ്ടി നോക്കാം. ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ടോ. കണ്ടോ, ഇതിന് ആയുധങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. കണ്ടോ, ഇതേപോലെ നല്ല സൂപ്പർ കളറിലുള്ളതാണേ. പക്ഷെ വലിയ വലിപ്പം വെച്ചിട്ടില്ല, ചെറുതാണേ. ഇതിനകത്ത് എന്നാണെന്നറിയോ, ഞാനിപ്പോൾ സാധാരണ നമ്മൾ വിത്തുകൾ ഇവിടെ നടുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയാണേ. വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം ഇതുപോലെ നനഞ്ഞ തുണിക്കകത്ത് വാരി കെട്ടിവെക്കും. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കിരൺ തണ്ണിമത്തനാണേ. ആർക്കെങ്കിലും തണ്ണിമത്തൻ്റെ വിത്ത് വേണമെങ്കിൽ മെസ്സേജ് ഇട്ടോണേ. ഇത് കണ്ടോ, മിക്കവാറുമുള്ള എല്ലാം തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടോട്ടൊരു 1-2 എണ്ണം പാകിയിട്ടിട്ട് പോകാം. അപ്പോൾ അവരവിടെ കിടന്ന് വളർന്നു വന്നോളൂ. ഈ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലമേ ഇവർക്ക് ഇങ്ങനെ പടരാൻ കൊടുക്കാൻ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഇനി ഞാൻ ഇതിങ്ങനെ ഇട്ടിട്ടേ വെറുതെ മണ്ണിട്ട് മൂടുവാണേ. അപ്പോൾ ഇത് കിളുത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നടത്തിയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നമുക്ക് എടുക്കാനായിട്ട് കാണുമേ. അപ്പോൾ ഞാനതങ്ങ് പറിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, എനിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് വീണ്ടും സുന്ദരി ചീരയുടെയാണ് പറിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതിനെ നമുക്ക് വിളവെടുത്ത് മാറ്റിയാലേ ഉള്ളൂ വേറൊരു സാധനം ഇതിനകത്ത് നടാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുറച്ചിട മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ നിൽക്കുന്ന കാരണം വേറൊരു 1/2 ഏക്കർ കിളച്ചിട്ട് നടാനുള്ള സ്ഥലം നമുക്കില്ല. നമുക്ക് ഈ ടെറസിൽ കിട്ടുന്ന ഇച്ചിരി സ്ഥലം മാത്രമാണ് കൃഷി ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത്. എന്നെപ്പോലുള്ളവരായിരിക്കും പട്ടണത്തിൽ താമസിക്കുന്നവർ അധികവും. ഇവിടെ ദേ 5-6 വാളമരപ്പയറുണ്ടേ. ആ വാളമരപ്പയർ നമുക്കങ്ങ് വിളവെടുക്കാം. അപ്പം നിങ്ങൾക്ക് തരാനുള്ള ദേ വാളമരയുടെ വിത്ത് ആയിട്ടുണ്ടേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലൊരു 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കുവാണ്. തീരുന്നതിന് മുന്നേ ആവശ്യമുള്ളവർ ചോദിച്ചു മേടിച്ചോണേ. അപ്പോൾ ഈ ചെടിയുടെ കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഈ ഇനം തന്നെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് മേടിക്കാം. ദേ ഇത്രയത്തിനകത്തേതുണ്ടേ. നിങ്ങൾ കണ്ടോ, ഈ വാളമര ഇതേപോലെ പന്തലിച്ച് കണ്ടോ, മുഴുവനും തന്നെ ദേ അവിടെ ഇവിടെ എല്ലാം പൂക്കളും. ഇതുണ്ടോ, ഇതൊക്കെ കായ പിടിച്ചു തുടങ്ങണം. ഇങ്ങനെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പം നല്ല ഇനം വാളമരപ്പയറാണേ. അപ്പോൾ എന്തേ കണ്ടോ, ഇതുണ്ട്. പറിക്കുമ്പോൾ നമ്മളേ ഒരുമാതിരിയുള്ള വലിപ്പമുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് പറിക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം വിളവെടുക്കാൻ വരുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് കിട്ടുവേ. ദേ കണ്ടോ, അത്യാവശ്യം നല്ലൊരു പാകത്തിന് ആയതാണേ. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുക്കാം. ദേ ഈ പാകത്തിലെ തന്നെ ഇങ്ങ് പറിച്ചെടുക്കുന്നതാണ് നല്ലതേ. ദേ കണ്ടോ, ഇനി ഇവിടെ കിടക്കുന്നതൊക്കെ ദേ ഇതുപോലെ കണ്ടോ, കുഞ്ഞതാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു വിളവെടുക്കാനായിട്ടുള്ളത് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുമാതിരിപ്പെട്ടതൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുത്തു. അപ്പോൾ ദേ കണ്ടോ, ഒരു കൈപ്പിടി നിറയെ നിങ്ങൾക്ക് വിത്ത് തരാനുള്ളതും എനിക്ക് തോരൻ വെക്കാനുള്ളതും കൂടെ കിട്ടിയിട്ടുണ്ടേ.
ഇത് കണ്ടോ നമ്മുടെ വെള്ളരിക്ക പിടിച്ച് വരുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളരി പിടിച്ച് കഴിയുമ്പം അതിൻ്റെ തലപ്പങ്ങ് നുള്ളിക്കളയണേ, എന്നാലേ ഇതിന് കുറച്ച് വലിപ്പമെങ്കിലും വെച്ചിട്ടത്തുള്ളൂ. പിന്നെ വെള്ളരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ നിലത്തൂടെ പടർത്തി വലുതാകുന്ന പോലെയൊന്നും ഇതേ കിട്ടത്തില്ല. കാരണം അവർക്ക് ഈ ചവിട്ടി കിട്ടുന്ന വളവും വെള്ളവും മാത്രമല്ലേ കിട്ടുന്നത്, അതുകൊണ്ടാണ്. ഇത് കണ്ടോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലപ്പത്തോട്ട് വരുന്ന ഭാഗം നമ്മളിതിനെങ്ങനെ കണ്ടോ ഇങ്ങനെ മുടിച്ച് കളഞ്ഞാൽ മതി. ഇത് മണ്ണിൽ കുത്തി വെച്ചാൽ കിളുക്കുകയും ചെയ്യും കേട്ടോ. അത് പുതിയൊരു തൈയായിട്ട് കിളുത്ത് കയറി വന്നോളും. ഇനി നമുക്കിവിടെ കുറച്ച് പയറൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. ഇതെന്നാണെന്നറിയോ, കുറ്റിയാമര കണ്ടോ. ഒരു ചുവട് നട്ടുപിടിപ്പിച്ചാൽ ഇങ്ങനെ ഇഷ്ടം പോലെ നിറച്ച് ശിഖരങ്ങൾ കയറി വന്നിട്ട് നമുക്ക് വിളവെടുക്കാനുള്ളത്ര കുറ്റിയാമര കിട്ടും കേട്ടോ. ഇതിപ്പം ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ നിന്നൊക്കെ 5-6 പയർ പറിക്കുവാണേ. ഇത് നമ്മളിവിടെ നിങ്ങൾക്ക് തരുന്ന അതേ വിത്തുകളാണ് കേട്ടോ, നല്ല നീളം കണ്ടോ. അപ്പോൾ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ പറിച്ചെടുക്കുമ്പം നമുക്കൊരു തോരനുള്ളത് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയാലുണ്ട്. അപ്പോൾ നമ്മളിത് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഒരു പച്ചപ്പയറേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ചുവന്നതാണ്. വൈജയന്തി എന്നൊക്കെ പേര് പറയും, ഈ കളർ നമ്മൾ ഓർത്താൽ മതി. പിന്നെ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ കണ്ട ചില പയറിൻ്റെ അറ്റ ഇങ്ങനെ നേർത്തതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് ബോറോണിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണെന്ന് പറയും. പക്ഷേ ബോറോൺ എത്ര ചെറിയ അളവിൽ നമ്മളിത് അടിച്ചു കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, ചെടിക്ക് അതിൻ്റെ ചൂട് താങ്ങാൻ പറ്റാതെ എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ചെടി തന്നെ വാടിക്കരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ നേരിട്ട് ബോറോൺ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മൈക്രോന്യൂട്രിയൻസ് എടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഇലകളിലും കായുണ്ടാകുന്ന ഭാഗത്തും ഒക്കെ ആയിട്ട് തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഈ പ്രശ്നം നമുക്ക് പരിഹരിച്ചെടുക്കാവേ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇപ്പോഴുണ്ടാകുന്നതാണ് ഈ കോളിഫ്ലവർ കേട്ടോ. പൂ നോക്കിയേ കണ്ടോ, ഉണ്ടായി തുടങ്ങുന്നുണ്ട്. നമുക്ക് വലുതായി കിട്ടുമെന്ന് നോക്കാം. സാധാരണ ഇത് മഞ്ഞ് നല്ലോണം ഉള്ളപ്പോഴാണ് എനിക്ക് നല്ല വലിപ്പത്തിലൊക്കെ കിട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു, ചേച്ചി ഞങ്ങൾ നട്ടപ്പോൾ താമസിച്ചു പോയി, ഇനി ഉണ്ടായി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം, നട്ടുപിടിപ്പിച്ചതല്ലേ. ഇതുപോലെ പൂവിടാറായി എന്ന് പറയും. പൂവിടാറാകുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം കൂടെ കൂടി ചേർന്നിരിക്കുവേ. അപ്പോൾ ഇങ്ങനെ ഇതിന് പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എത്ര കണ്ട് വലിപ്പം വെച്ച് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇത്രയും സാധനങ്ങൾ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീഡിയോ ശരിക്കും പ്രധാനമായിട്ട് ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ചെടികൾക്ക് വളർച്ചയില്ലാതെ പോകുമ്പം അല്ലെങ്കിൽ വളരാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പരിഹരിക്കുന്നതിനെക്കുറിച്ചുള്ളതായിരുന്നേ. അപ്പം നമ്മുടെ ചെടികൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഇതുപോലെ വളരാതിരിക്കുകയോ ക്രമേണ വളർച്ച കുറവ് വരുന്നതായിട്ട് കാണുകയോ വാടിപ്പോകുന്നതായിട്ട് കാണുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ മണ്ണിനെ ഇതേപോലെയൊന്ന് പരിഷ്കരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായിരിക്കും ചെടികൾ വളരാത്തതിൻ്റെ ഒരു പ്രധാന കാരണവും. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.